നമസ്കാരം. ഞാൻ തേശ്ശേരി നാരായണൻ. പഴയകാല ഓണക്കളി കലാരംഗത്ത് ഒരുപാട് ഓണംകളി കലാകാരന്മാരെ വാർത്തെടുത്തും അവരെ പരിശീലിപ്പിച്ചും പരിപോഷിപ്പിച്ചും നടന്നൊരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഒരു 60-65 കാലഘട്ടങ്ങളിൽ ഓണക്കളി എന്ന് പറഞ്ഞ കല ഇന്നിപ്പോൾ ഒരു മഹത്തായ കലയായി വളർന്നെങ്കിലും അതിനൊരു പൈതൃകമുണ്ടായിരുന്നു. പട്ടിണി ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടത്ത് വയറു നിറയെ ആഹാരം കിട്ടിയ ഒരു സന്തോഷമാണ് ഓണക്കളി എന്ന് പറഞ്ഞ കല. പുത്തിരിച്ചോറ് ഉണ്ട ആ ഒരു സന്തോഷമാണ് അത്. വരിനെല്ല്, ഓണാട്ടൻ, കട്ടമോടൻ, ചെമ്പാവ്, ചെറുചീര ഇങ്ങനെയുള്ള നെല്ലുകൾ കൊയ്ത് കൊണ്ടുവന്ന് വലിയ അളന്ന് കിട്ടുന്ന ആ നെല്ല് കൊണ്ടുവന്ന് ഓണത്തിന് സദ്യ ഒരുക്കിയ ആ ഓണം കൊണ്ട ഒരു സന്തോഷമാണ് ഓണക്കളി എന്നുള്ളത്. അപ്പോൾ ആ കാലത്ത് ഒരു 60-65 കാലഘട്ടത്തൊക്കെ പാടി നടന്നൊക്കെ പല ഓണക്കളി പാട്ടുകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ വടക്കം പാട്ടുകൾ, അതുപോലെ നാടോടി പാട്ടുകൾ, പാടത്ത് പണിയെടുക്കുന്ന ഞാറ്റുപാട്ടുകൾ, ഇതൊക്കെ പാടിയായിരുന്നു ഓണം കളിച്ചിരുന്നത്. എൻ്റെ കാലഘട്ടത്തിലേക്ക് ഞാൻ അങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് തോന്നി, അല്ല അതിനൊന്ന് ചെറിയൊരു മാറ്റം വരുത്തിയല്ല എന്തെന്ന് തോന്നി. എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ കരുതി ഞാനങ്ങനെ പാടിയൊരു പഴയ ഈരടിപ്പാട്ടുകൾ, പണ്ട് പാടിയ ഈരടിപ്പാട്ടുകൾ, മാരിജ സംവാദം എന്ന് പറയും. പുണ്യപുരാണങ്ങളിൽ പല രാമായണങ്ങളുണ്ട്. അത് വെച്ചാൽ കമ്പരാമായണം, വാൽമീകി രാമായണം, തുളസി രാമായണം, അഗസ്ത്യ രാമായണം, സമ്പൂർണ്ണ രാമായണം, വാൽമീകി രാമായണം, ഇങ്ങനെ 6 രാമായണങ്ങളുണ്ട്. ഇതിൽ നിന്ന് 6 വ്യത്യസ്തമായി നമ്മൾ ഓരോ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആരണ്യകാന്ഡം എന്ന കാണ്ഡത്തിൽ നിന്ന് ഒരു ഈരടിപ്പാട്ടാണ് ഞാൻ അന്ന് എഴുതി പാടിയ പാട്ട്. പങ്കജലോചനൻ മാനെ തേടി പോയ നേരം ഭക്തിഗന്ധരമൂകനും തേരിലേറി വന്നു. താതരികിടത്തോം തെയ്യന്തകത്വം ഇത്താതി വിധിത്തയ്യത്തിന്തക പങ്കജലോചനൻ മാനെ തേടി പോയ നേരം ഭക്തിഗന്ധരനും തവ തേരിലേറി വന്നു. പഞ്ചവടി തൻ സമീപ പർണശാല കണ്ടു. ഭിക്ഷുവേഷത്തെ പൂണ്ടുള്ള നിഷ്ഠുരനു വേഗം ലക്ഷ്മി തന്റെ ചാര വന്നു കണ്ടു സീതാദേവി. അത് പഴയകാല ഇരടിപ്പാട്ടുകൾ. ഇന്ന് ആ ഭാഗം പാട്ടുകൾ ഇന്ന് പാടി ഇന്നത്തെ ഓണക്കളിക്കാരൊക്കെ അതിനെ മാറ്റം വരുത്തി അതിനെ തെരളിപ്പദം പാട്ടിലേക്കൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു 2 വരി ഇന്നൊക്കെ പാടുന്നത് ഇങ്ങനെയാണത്. മുത്തക കൊത്തൊരു മാലകളും വനമാലകളും മുലതൻപടവും മുടിതൻ കിരീടം വടിവൊത്ത കരങ്കണ കാലുകളും വളമോതിരം മണിമണ്ഡലം ഇന്നും കുണ്ടലമോടെ മന്മദവില്ലിന വെല്ലും ജില്ലിക നയനമിതേണത് മിഴികെടുതുല്ല ഹാരം പൂണ്ടു വിളങ്ങും മാൽവിഹാരമതിങ്ങി എഴുന്ന 2 കൊങ്ക ആലില പോലെ പരമണി ഉദരമതർണപ ചൂഴിക പോലൊരു നാവി നാസിക നിർമ്മല പൂവിന വെല്ലും ആമോദം വേറുന്നൊരു തിലയോ പൻപഴുകരിയുടെ കരയുടെ തുല്യ ഒത്തൊരു കരയും പരന്ന നിതമ്പ മുത്തിന വെല്ലും ദന്തങ്ങൾ ചിത്തമതിലകും മധുരസ്ഫുടതം രാമായണത്തിലെ സീതയല്ലോ ആ രാമദേവതയാണവൾ. ഇന്ന് ഇവിടം വരെ എത്തി ഓണക്കളിയുടെ ആ കലയെന്ന ഈരടിപ്പാട്ടുകളിൽ നിന്നിട്ട് ഇവിടെ കാർഷിക രംഗത്തൊക്കെ ഓണക്കളി എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ വാമൊഴി പാട്ടുകൾ ആയിട്ടാണ് ചിത്രീകരിച്ചത്. അലിഖിത ചരിത്രങ്ങൾ കൂടി കാലം കരുതി വെച്ച ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകമായിരുന്നു നാടൻ പാട്ടുകൾ, നാട്ടറിവ് പാട്ടുകൾ. പാടത്തും വയലിലും അതുപോലെ പറമ്പിലും പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന മർദ്ദിത ജനസമൂഹത്തിൻ്റെ ചുണ്ടിലൂറുന്ന ഓരോ വാക്കുകളും വാമൊഴിപ്പാട്ടുകളായിട്ടായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അതിനെ ഒരുപാട് ജനകീയ കലകൾക്ക് എത്തിയപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു. അന്നൊക്കെ ഓണം കളിച്ച് പാടുന്നുണ്ടെങ്കിലും ചൊന്നൊക്കെ പാട്ടിനായാലും ചോടിനായാലും അതിന് ഒരു നാമമുണ്ടായിരുന്നു. പണ്ടൊക്കെ ഓണം കളിക്കാന്ന് പറഞ്ഞാൽ ചോടുകൾക്ക് പേരുണ്ടായിരുന്നു. മുക്കണ്ണൻ, ചെമ്പട, രൂപകം, തെന്നാളം, വരവീണ, കുമ്മി, രൂപം, ചെമ്പട, ഇങ്ങനെ 7 ചോടുകൾ, വ്യത്യസ്ത ചോടുകൾ. വലത്തെ കാലം വന്ന്
ചുവടെടുത്ത് അവിടുന്ന് പാട്ടെടുത്ത് പാട്ടിൻ്റെ വരി അവസാനിക്കുമ്പോൾ ഈ വലത്തെ കാലിലെത്തണം ചുവടും പാട്ടും. അതായിരുന്നു അന്നത്തെ ശിഷ്ടങ്ങളൊക്കെ. അപ്പോൾ അതിന് അന്ന് ചെമ്പടക്ക ചുവട് വയ്ക്കാന്ന് പറഞ്ഞാൽ ചെമ്പടയ്ക്ക് 9 കുത്ത്, മുക്കണ്ണന് 3 കുത്ത്, വരവീണയ്ക്ക് 7 കുത്ത്, രൂപം ചെമ്പടയ്ക്ക് 11 കുത്ത്. ഇതിനൊക്കെ വ്യത്യസ്ത താളങ്ങളുണ്ട്. ഇപ്പോൾ ചെമ്പട ചുവട് വെച്ച് പാടണമെങ്കിൽ തന്നെ അതിനൊരു താളമുണ്ട്. ഇപ്പോൾ ആരില പോലണി വയറിൽ നിറയുന്ന കണ്ണുനീരിന്റെ കഥ ഞാൻ ഓർത്തുകൊണ്ടു പാടാം സീതയെ പുകഴ്ത്തിയ പാട്ടിന്റെ ഈരടി വരിയിൽ. അതങ്ങനെ ആ വരി ചൊല്ലുമ്പോൾ അതിന് താളമുണ്ട്. ഇതായിരുന്നു ചെമ്പട ചോടിന്റെ താളം. അതുപോലെ തന്നെ മുക്കണ്ണൻ ചോട്. ഇപ്പം മുക്കണ്ണൻ ചോട് നമ്മളൊരു പാട്ട്, ഈരടി പാട്ട് നമ്മൾ പഴയ കാലത്തൊക്കെ പാടെങ്കിൽ രാക്ഷസരാജനും തേരുമായി വന്ന് മായത്ത സീതയെ കൊണ്ടും പോയി സീത വിരാമെന്ന് കേട്ടിതു പറ്റി ധൈര്യമായി വന്നു പറഞ്ഞിട. ഇത് മുക്കണ്ണൻ ചോടിന്റെ പാട്ടും അതിൻ്റെ താളവും ഇങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം തന്നാളം പാട്ട് പാടി അതിൻ്റെ അന്നൊക്കെ രീതികൾ എന്ന് വെച്ചൊരു മണ്ണിൻ്റെ ചുക പോലുണ്ട് അന്നത്തെ ഓണക്കളി പാട്ടിൻ്റെ ഒക്കെ രാഗങ്ങളൊക്കെ. അത് അങ്ങനെ നമ്മളിങ്ങനെ പാടുമ്പോൾ ഈരടി പാട്ടുകൾ തന്നെ പാടുമ്പോൾ അതിൻ്റെ ചൂട് തന്നാളത്തിന് നമ്മളെ കണിങ്ങ ഓണംകളിക്കാരൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു പാട്ട് കാണാം. ആ താളം പറയുമ്പോൾ അറിയാം അവർക്ക് ഇന്ന ചൂട വയ്ക്കണം എന്നുള്ളു. ഇപ്പം മാരിജന്മാനായപ്പോ രാവണൻ തേരിലേറി അമ്പരെ മാർഗമിച്ചുടൻ സീതയെ ഓർത്തുകൊണ്ട് തകത്തയ്യ താതരികിട താതരികിടത്തോം തെയ്യം തകത്തോം ഇത്താതി തെയ്യത്തിന്തക. ഇങ്ങനെ ആയിരിക്കും ആ പാട്ടിൻ്റെ ആ രാഗം. അതുപോലെ തന്നെ ആ ചോട് തന്നാളാണ്, അതിൻ്റെ താളം ഇതായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ ആ കാലഘട്ടത്തിലുള്ള പാട്ടുകളും ആ കാലഘട്ടത്തിലുള്ള ചോടുകളും അതൊക്കെ വച്ച് കളിച്ചിരുന്നതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒത്തിരി ചോറുണ്ടൊരു സന്തോഷം. അച്ഛൻ, അമ്മ, അയൽക്കൂട്ടങ്ങൾ, അയൽക്കത്തുള്ളവരൊക്കെ കൂടി ആ തിരുവോണം നാളിലൊക്കെ ഒത്തൊരുമിച്ച് ആ വയറ് നിറച്ച സന്തോഷം കൊണ്ട് വട്ടിട്ട് അവർ കളിക്കുന്നൊരു കളിയായിരുന്നു. അതിന് ഓണക്കളി എന്ന് ഇപ്പോഴാണ് പേര്. പണ്ടൊക്കെ അതിന് പേര് വട്ടക്കളി, ചോട്ടുകളി, ഇങ്ങനെ കൈകൊട്ടിക്കളി, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ പേരുകൾ. അതിനെ വട്ടക്കളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വട്ടിട്ട് നിന്ന് കളിക്കുന്ന കളിക്കൊരു വട്ടക്കളി അതിനെ. പിന്നെ അതുപോലെ തന്നെ ചോട്ടുകളി എന്ന് പറയുന്നത് വെച്ചാൽ അതിന് ഓരോ ചോടുകൾ കൊടുത്ത് അങ്ങനെ വന്നപ്പോൾ അതിനെ ചോട്ടുകളി എന്ന് പേരാക്കി. ഓണത്തിനായിരുന്നു ഈ കളികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അതിനാണ് ആ ഓണം നാളിൽ ആ ഓണക്കളി എന്നൊരു പേര് കേട്ട. അപ്പോൾ ഓണത്തിന് കളിപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ എല്ലാവരും വട്ടട്ടൊക്കെ നിന്നിട്ടൊക്കെ തന്നെ ഒരു ഓണം കളിയൊക്കെ കളിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ ഒരു വരി പാട്ട് ഇങ്ങനെ ആണ്ടിലൊരിക്കൽ വരും തിരുവോണം പൊഞ്ചിങ്ങ മാസത്തിലെ തിരുവോണം മാവേലി മണ്ണൻ വരും തിരുവോണം കേരളീയരെല്ലാം കൊണ്ടാടും ഓണം അത്തം മുതൽ തൊട്ടുയർത്തും വിശേഷങ്ങൾ കുത്തിക്കുറിച്ചു പാടാം.